السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പഠിക്കുവാനും വളരെയേറെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുവാനും അനിവാര്യമായ വേദഗ്രന്ഥമായി അവതരിപ്പിച്ചു തന്നിട്ടുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധമായ ഗ്രന്ഥത്തെ കൃത്യമായ നിലക്ക് സമീപിക്കുവാനും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും കൃത്യമായി ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ അത് നിലനിർത്തിക്കൊണ്ടു പോകുവാനുമുള്ള പരമപ്രധാനമായ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ച് തന്നത് കേവല പാരായണം നടത്തി പുണ്യം നേടുവാൻ വേണ്ടി മാത്രമല്ല. അങ്ങനെ കേവല പാരായണത്തിലൂടെ പുണ്യം നേടുവാൻ മാത്രമായിരുന്നു വിശുദ്ധ ഖുർആനെങ്കിൽ ലോകത്ത് അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും അതിലടങ്ങിയ തത്വജ്ഞാനങ്ങളും വിശദീകരിക്കുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ എനിക്ക് പഠിക്കാനുള്ളതാണ്, എനിക്ക് മനസ്സിലാക്കാനുള്ളതാണ്, എനിക്ക് ചിന്തിക്കുവാനുള്ളതാണ്, എനിക്ക് ഉൾക്കൊള്ളുവാനുള്ളതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുവാനുള്ളതാണ്. ആ ഒരു ചിന്ത നമ്മെ എപ്പോഴെങ്കിലും അടക്കി ഭരിച്ചിട്ടുണ്ടോ? നമ്മുടെ ചിന്തകളിലേക്ക് അത്തരത്തിൽ ഒരു പ്രത്യേകമായ ചിന്താതലത്തിലുള്ള ഒരു മർമ്മം കടന്നു വരാറുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് എന്നോടെന്ന പോലെ എൻ്റെ സർവ്വ ശ്രോതാക്കളോടും ഉണർത്തുവാനുള്ളത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് അതിലെ ആശയങ്ങൾ കൃത്യമായി ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് കൃത്യമായ ഗൗരവതരമായ പഠനങ്ങളും ചിന്തകളും നടത്തുവാനും വേണ്ടി തന്നെയാണ്. ഒരു സമൂഹത്തെ മാറ്റിമറിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ ഗൗരവമായ പഠനത്തിലൂടെയും ചിന്തയിലൂടെയും അതവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളിലൂടെയുമാണ്. ആ ഒരു പ്രത്യേകമായ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് ഒന്നാമതായി നമ്മൾ അറിയണം. മാത്രമല്ല, ഈ ലോകത്ത് ഒരു മനുഷ്യന് ഉന്നതരുടെയും ഉത്തമരുടെയും പദവിയിലേക്ക് ഉയരുവാൻ എന്താണ് വേണ്ടത്? അവൻ വലിയ ധനാഢ്യനാവലാണോ? അതല്ലെങ്കിൽ വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയാകലാണോ? അതല്ലെങ്കിൽ രാജ്യം അറിയപ്പെടുന്ന ഉന്നതമായ തലങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമായി മാറലാണോ? അതൊന്നുമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നതാണത്. സഹോദരങ്ങളെ, നമുക്ക് ആ ഉന്നതരുടെ ഉത്തമന്മാരുടെ പദവിയിൽ അംഗത്വമെടുക്കുവാൻ ഇന്നുവരെ സാധിച്ചിട്ടുണ്ടോ? ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയേണ്ടി വന്നിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന നിലക്ക് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയകരമായ രീതിയിൽ നടപ്പിലാക്കി പോന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിനെ അർത്ഥവും ആശയവും പഠിപ്പിക്കുന്ന ദർസുകൾ, പഠന സംരംഭങ്ങൾ QHLS എന്ന പേരിൽ അത് നടന്നു വരുന്നു. അതുപോലെ തന്നെ യുവസമൂഹത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയും ഉദ്ദേശിച്ചുകൊണ്ട് തുടർച്ചയായി മതരംഗത്തുള്ള ഉത്ബോധനങ്ങൾ ലഭ്യമാകുന്ന നിലക്കുള്ള സിലബസുകൾ ക്രമീകരിച്ചുകൊണ്ട് CRE പദ്ധതി വിജയകരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പഠന സംരംഭങ്ങളിലേക്ക് എത്തിനോക്കുവാൻ പോലും സാധിക്കാത്ത ആയിരക്കണക്കിന് സഹോദരീ സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. കൃത്യമായ സിലബസോടുകൂടെ നടക്കുന്ന ആ പഠന സംരംഭങ്ങളിൽ എത്തിപ്പെടുവാൻ അവരുടെ ജോലി തിരക്കുകൾ കാരണമായോ മറ്റേതെങ്കിലും പ്രതിബന്ധങ്ങൾ കാരണമായോ പലപ്പോഴും സാധിക്കാറില്ല എന്നത് സങ്കടത്തോടുകൂടി അവർ പലരോടും ആ സങ്കടം പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഒരു അറുതിയും പരിഹാരവും വേണം എന്ന നിലക്കുള്ള ചിന്തയിൽ നിന്നാണ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏതാനും വർഷങ്ങൾ കൊണ്ട്
ഉന്നതമായ നിലവാരത്തിലേക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം ഉയർച്ചയിലെത്തിയിട്ടുള്ള പഠന സംരംഭമായ പീസ് റേഡിയോ എന്ന് പറയുന്ന ആ റേഡിയോ സംരംഭമിത പൊതുജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുവാനുള്ള അന്നൂർ എന്ന പേരിൽ ഒരു ഖുർആൻ ഓൺലൈൻ പഠന പദ്ധതി തയ്യാറാക്കി വരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ജനുവരിയിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. കൃത്യമായ സിലബസോടുകൂടി ലളിതമായ നിലക്ക് അത് പഠിക്കുന്ന പഠിതാക്കളിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ശേഖരിക്കുന്ന ലളിതമായ പരീക്ഷാരീതികളിലൂടെ പഠന നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, ആശയതലങ്ങളിലേക്ക് സാധാരണ ജനങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുവാനുള്ള ഉന്നതമായ അന്നൂർ എന്ന ആ പഠന സംരംഭം, അതിലേക്ക് നിങ്ങളെല്ലാവരും അംഗങ്ങളായി മാറണം. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ ഇനി എൻ്റെ മുമ്പിൽ ഒരു പ്രതിബന്ധവും ഉണ്ട് എന്ന് എനിക്ക് പറയാൻ ഒരവസരം ഇല്ല. ലോകത്ത് എവിടെയാണ് നിങ്ങളെങ്കിലും ഓൺലൈൻ സംരംഭത്തിലൂടെ നിങ്ങൾക്കതിൻ്റെ പഠിതാവാകാം, നിങ്ങൾക്കതിൻ്റെ ശ്രോതാവാകാം. ഇനി ഏതെങ്കിലും ജോലി തിരക്കുള്ള സമയങ്ങളിലാണ് ആ ഗുരുനാഥൻ ആ പഠനം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സമയത്ത് അത് നിങ്ങൾക്ക് വീണ്ടും കേൾക്കുവാനുള്ള സംവിധാനവും അതിനുള്ള ഓപ്ഷനും നമ്മൾ പീസ് റേഡിയോയിൽ ഉണ്ട്. എല്ലാ അർത്ഥത്തിലും വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള ഒരു സന്മനസ്സാണ് നമുക്ക് വേണ്ടത്. ഖുർആൻ എളുപ്പമാണ്, പക്ഷേ നമ്മളതിന് തയ്യാറുണ്ടോ പഠിക്കാൻ എന്ന ചോദ്യചിഹ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് സൂറത്തുൽ ഖമറിലൂടെ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് ഇട്ടുതന്ന ഒരു ചോദ്യമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ പരിശുദ്ധമായ ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട് ചിന്തിക്കുവാനും പഠിക്കുവാനുമൊക്കെ, ആലോചിക്കുവാനുമൊക്കെ. എന്നാൽ നിങ്ങളിൽ ചിന്തിക്കുവാൻ ആളുണ്ടോ, നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് അള്ളാഹു നമ്മിലേക്ക് ഇട്ടു തന്നിരിക്കുന്നത്. ഇത് ഗൗരവത്തോടുകൂടെ നമ്മൾ ഏറ്റെടുക്കുക. അതുകൊണ്ട് വളരെ നല്ല മനസ്സോടെ, ഇഖ്ലാസോടെ എനിക്ക് ഈ പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ ഈ ഓൺലൈൻ പീസ് റേഡിയോയുടെ ഈ സംരംഭത്തിൽ നിങ്ങൾ ഭാഗഭാക്കാവുക. ഇന്ന് തന്നെ നിങ്ങളുടെ ഫോണുകളിൽ, അത് ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ഐഫോൺ ആണെങ്കിലും, നിങ്ങളുടെ പീസ് റേഡിയോ കൃത്യമായി നിങ്ങളുടെ ഫോണിൽ ഉണ്ടാക്കിയെടുക്കുകയും അതിൽ കൃത്യമായ നിലക്ക് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുക. അത് ഉപകാരപ്പെടും. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിക്കണം എന്ന ഉദ്ദേശത്തോടെ നിങ്ങളിതിൽ അംഗങ്ങളായി ചേരുക. ഒരുപക്ഷെ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ഏതാനും ആയത്തുകളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോഴേക്കും മരണം നമ്മെ മാടി വിളിച്ചിരിക്കും. എന്നിരുന്നാലും വിശുദ്ധ ഖുർആൻ എനിക്ക് പഠിക്കണം, അത് പഠിച്ചേ ഞാൻ അടങ്ങൂ എന്ന ഒരു നല്ല ഉദ്ദേശത്തോടെ, ഇഖ്ലാസോടെ ഈ രംഗത്തേക്ക് ആരൊക്കെ കാലെടുത്ത് വെക്കുന്നുണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് പ്രതിബന്ധങ്ങളായി എന്ത് വന്നാലും പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിക്കണമെന്ന ആ സദുദ്ദേശത്തിന് എന്തായിരുന്നാലും പരലോകത്ത് വലിയ പ്രതിഫലമുണ്ടാകും. നമ്മുടെ പരലോകത്ത് അത് ഏറ്റവും വലിയ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ആ ഒരു സദുദ്ദേശത്തോടുകൂടി അന്നൂർ ഖുർആൻ ഓൺലൈൻ പഠന സംരംഭത്തിലേക്ക് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളെയും സ്നേഹബുദ്ധ്യ ക്ഷണിച്ചുകൊണ്ട്, സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ കരുത്തുകളും നാം പകരുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന ഉന്നതരിൽ, ഉത്തമരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.